അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് അറിയാതെന്ന്. എന്തൊക്കെയുണ്ട് ചങ്കുകളെ വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ ചങ്കളെ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസമായി ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കണം, ഷഫീഖ് ഭായ് വീഡിയോ ഒന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട്. ഇത് പണി നേരല്ല, ഒന്നാമത് അതാണ്. പിന്നെ വേക്കൻറ്റുകളൊക്കെ വരൽ കുറവാണ്. വേക്കൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പറയും. പിന്നെ ആളുകളൊരു പരാതിയാണ്, ഹൗസ് ഡ്രൈവർ വേക്കൻസി മാത്രമേ പറയണുള്ളൂ, വേറെ ഒന്നും പറയണില്ല എന്നാണ് കണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പൊറാട്ട മേക്കർ വേക്കൻസി ഉണ്ട് കേട്ടോ. അത് സാലറി ഒന്നും പറഞ്ഞിട്ടില്ല, തനാദിൽ വേക്കൻസിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കി. ഓക്കെ, തനാദിൽ കൊടുക്കണം കേട്ടോ, താൽക്കാലികമൊന്നുമല്ല. ഓക്കെ, വിസ ഫ്രീ ആണ്, വിസക്ക് പൈസ ഒന്നും വേണ്ട. സാലറി ഇതേമാതിരി തന്നെ 1,800 തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞത് 35-40. അപ്പോൾ അടുത്ത വേക്കൻസി ഉള്ളത് ജിദ്ദയിലേക്ക് തന്നെയാണ്. അതിന് മുമ്പേ ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷഫീഖ് ഭായി അവർ നിൽക്കുന്ന വീട്ടിലേക്കാണ് ഡ്രൈവർ വേണ്ടിയത്. അപ്പോൾ അവർ നിൽക്കണ കുറച്ചൊക്കെ അറിയുന്ന ഒരു വീടാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ലാത്ത ഓട്ടമുണ്ട്, 2-3-4 പെണ്ണുങ്ങൾ ഓട്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 വയസ്സായാലും കുഴപ്പമൊന്നുമില്ല. 3-4 പെൺകുട്ടികളുണ്ട് കേട്ടോ. 4 മദ്രസ ഉണ്ട്. 4 പെൺകുട്ടികളുടെ വീടാണ്. അപ്പൊ അത്യാവശ്യം 4 മദ്രസ ഉണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ പോരാ, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ ഫോട്ടോസ് ഇതൊക്കെ വിട്ടത്, എനിക്ക് ആ കോണ്ടാക്റ്റ് ഒന്നും അറിയില്ല. ഞാൻ ആ ഫോട്ടോസ് ഇതിൽ സെൻഡ് ആക്കി തരാം. ഇതാണ് ഇയാൾ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയക്കുക. അയാളും അതുപോലെ ഞാൻ നോക്കട്ടെ, വേറൊരാളെയും കൂടി അയാൾ പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞത് ഇയാളാണ് കേട്ടോ. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ വിസക്ക് ക്യാഷൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് പോന്നാൽ മതി. 1800 റൂമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് പറയും കേട്ടോ. നിങ്ങൾ ഞാൻ ഈ ഫോട്ടോ കാണിച്ചു തന്ന രണ്ടാളും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ഇതിന് മുമ്പ് പറഞ്ഞത് വേറൊരാൾക്കാണ് കിട്ടിയത്, വേറെ രണ്ടാമതും കൂടി അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത വേക്കൻസി ഉള്ളത് കുവൈത്തിലേക്കാണ് കേട്ടോ. പുതിയൊരു ടാക്സി കമ്പനി തുടങ്ങുകയാണ്. 20 ഡ്രൈവർമാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തനാദിൽ ഇതൊന്നല്ല, വിസ ഉണ്ട് നാട്ടിൽ നിങ്ങൾക്ക്, കുവൈത്തിക്കില്ല. അപ്പോൾ അതിന് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഏജ് പറഞ്ഞിരിക്കണ ഒരു 35 വയസ്സ് ആ ലെവലിലാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ കുവൈത്തിൽ ജോലി ചെയ്ത് 4 വർഷമെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണം. 2 വർഷത്തിന് മുകളിൽ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈസൻസും കാര്യങ്ങളൊക്കെ കുവൈത്തിൻ്റെ വേണം കേട്ടോ. അപ്പോൾ അതിന് റെൻറ്റും കാര്യങ്ങളും എങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞുതരാം, അത് നന്നാവുള്ളൂ. ഒരു ദിവസം കാറിൻ്റെ റെൻറ്റ് 7.5 ദിനാറാണ്. എനിക്ക് ഈ ദിനാറിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ കുവൈത്തിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. കാരണം അതിൽ തന്നെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കേട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ അതിലെ ചിലവ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1000 ദിനാറാണ് കേട്ടോ. ആ പേപ്പറിൻ്റെ ചിലവ് വരുന്നത് 1000 ദിനാറാണെന്ന് പറഞ്ഞപ്പോൾ ദിനാറിൻ്റെ എത്ര റേറ്റ് എനിക്കറിയില്ല. അപ്പോൾ അത് അവിടെ ജോലി ചെയ്ത ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. അതുപോലെ തന്നെ കുവൈത്തേക്ക് വേറൊരു വേക്കൻ്റ് ഉള്ളത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈത്തി കന്തൂർ അടിക്കണവും കട്ടിങ്ങനെയും അറിയുന്ന ആളുകൾ, നല്ല എക്സ്പീരിയൻസ് ഇല്ല ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയക്കും. ഓക്കെ, അവർക്കും വേക്കൻസി ഉണ്ട്. ഭാഷ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 ആക്കിലെ വേക്കൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സാലറിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരെ കോൺടാക്ട് നമ്പർ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. സൗദി തോപ്പ് അറിയാം, എന്താ അല്ലെങ്കിൽ ദുബായ് അറിയാമെന്ന് പറയണ്ട. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രാജ്യത്തെ അറിയുന്ന വെച്ചാൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഒരു 3 വേക്കൻസി ഉണ്ട് ഷഫീഖ് ഭായി. പിന്നെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കീഷ്യൻ ഉണ്ടല്ലോ,
അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ്. പിന്നെന്താ ഷെഫിക്ക് പോയി, പിന്നെ ഒരു 3 വേക്കൻസി ഉണ്ട് ഷെഫിക്ക് പോയി. പിന്നെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പറായിട്ട് നിൽക്കാൻ ഒരു വേക്കൻസി ഉണ്ട്. 1500 റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. ഖത്തറിലേക്കാട്ടോ. ഏജിന്റെ ലിമിറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് 35 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. അതിന് എക്സ്പെൻസ് ഉണ്ടാവും. താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ 1500 റൂമും ഫുഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്തത് 3 ഡ്രൈവർ വേക്കൻസി ഉണ്ട് ഖത്തറിലേക്ക്. ഉറക്കം വന്നിട്ടാണ് മക്കളെ, വേറെ ഒന്നുമല്ല. പിന്നെ 3 ഡ്രൈവർ വേക്കൻസി. അതിൽ ഒരു ഡ്രൈവർ വേക്കൻസിക്ക് 2000 റിയാൽ റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. അതിന്റെ ഏജിന്റെ ലിമിറ്റ് എത്ര പറഞ്ഞോളൂ ഞാൻ നോക്കട്ടെ കേട്ടോ. 40 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. ഖത്തർ ലൈസൻസ് നിർബന്ധമായിട്ടുമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ 2 വേക്കൻ്റ് ഉള്ളത് ഖത്തർ ലൈസൻസ് ഇല്ല ആളുകൾക്ക് തന്നെയാണ്. 1800 റൂമും ഫുഡും ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് 2000 റൂമും ഫുഡും. ഇപ്പം രണ്ടാമത് പറഞ്ഞ 2 വേക്കൻസിക്ക് 1800 റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് GCC ലൈസൻസ് ഇല്ല ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 ഉണ്ട്, റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. ഓക്കെ. അതൊരു 45 വയസ്സാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ടാവും. നിങ്ങൾ എനിക്കൊന്നും തരണം മാണിക കല്ലുകളെ, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പോവാം. അത്രേ ഉള്ളൂ. അവരത് പറഞ്ഞു തരുന്നു, ഞാനിത് നിങ്ങളോട് പറയണോ. അത് എഴുതിങ്ങാണ്ട് നമ്മളിത് കച്ചവടമാണെന്നൊന്നും പറഞ്ഞാണ്ട് വരണ്ട. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. അവരെ കോണ്ടാക്ട് നമ്പർ തരും, അവരുമായിട്ട് മെസ്സേജ് അയക്കുക. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് പറ്റുമെന്ന് വെച്ചാൽ കയറുക. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുത്തുമണികളെ ഞാൻ ഉറങ്ങട്ടെ. പിന്നെ സൗദിയിൽ വന്നിട്ട് താൽക്കാലിക ഡ്രൈവർ വേക്കൻസിക്കൊക്കെ കയറുന്ന ആളുകളുണ്ടെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ഇന്നാൾ പറഞ്ഞ മാതിരി തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓക്കെ. നിങ്ങൾ വേക്കൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മെസ്സേജ് അയച്ചോളൂ. ഞാൻ നോക്കാൻ നേരം വൈകിയാലും എന്തായാലും നമുക്ക് നിങ്ങളെ കഴിഞ്ഞ ആളെ ക്ലിയർ ആക്കി തരാൻ കഴിയും കേട്ടോ. തിരക്കാവുന്നുണ്ട്. രാവിലെ പോയ രാത്രി 10 മണി 9 മണിയൊക്കെ ടൈമിലാണ് റിട്ടേൺ വരുന്നത്. പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജോബ് വേക്കൻസി ഇടുന്ന വീഡിയോ മാത്രം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ നമ്മളൊരു വീഡിയോസൊന്നും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും വല്ലാതെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാത്തത്. എന്നാൾ പറഞ്ഞ മാതിരി ചങ്ങായി, നിങ്ങൾക്ക് വേക്കൻറ്റുകൾ ഉണ്ടെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞൂടെ, പിന്നെ മറ്റേ പറഞ്ഞൂടെ, എന്നാൽ പിന്നെ അത്രയും ഭാഗം വെച്ച് കാണണ്ടല്ലോ പറഞ്ഞു. അത് വല്ലാത്തൊരു കേൾവിയായിപ്പോയി. അപ്പം ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ നല്ല വേക്കൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിലേക്കാരും വേക്കൻസി പറയാം, അല്ലെങ്കിൽ സെൻട്രലിലേക്കാരും. അത് നമ്മളെ ഇഷ്ടമല്ലേ. നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ വീഡിയോ കാണുക, കഴിയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കൊരു 500 സബ്സ്ക്രൈബറും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് നമ്മളെ ക്ലിയർ ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് നമ്പർ 9895331557 9895 331 557. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വിളിച്ചിട്ട് കാര്യമില്ല. ആ നമ്പർ ആ ഫോൺ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചതാണ്. അത് സൈലൻ്റ് ആകാരം എപ്പോഴും. ആ സിമ്മിലെ ഫോണ് സൈലൻ്റ് ആയിരിക്കും. ഇപ്പോൾ എത്ര മെസ്സേജ് വന്നിക്കണോ വെച്ചാൽ കാണിച്ചത്. എത്ര മെസ്സേജ് ടോട്ടൽ വന്നപ്പോൾ എനിക്കറിയില്ല. 16 മെസ്സേജിന് റീപ്ലൈ ഇനിയും കൊടുക്കാനാണ്. വന്നിപ്പോൾ ഒരുപാട് റീപ്ലൈ കൊടുത്തു. 16 മെസ്സേജിന് ഇനി റീപ്ലൈ കൊടുക്കാനാണ്. അത് നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ആളുകൾ സ്റ്റാറ്റസ് വെക്കുക വീഡിയോ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏകദേശം നിമിഷങ്ങൾക്കാകെ നമ്മളൊക്കെ പറയി തുടങ്ങും. ഓക്കെ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യണം, സ്ക്രോൾ ചെയ്യാതെ വീഡിയോ കാണണം, എന്നാലേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.